നാമത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്തോത്രകൃതിയായ ദേവീസ്തവം എന്ന കൃതിയാണ് ഞാൻ ആലപിക്കുന്നത്. ദേവി സകലത്തിനും മാതാവാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രഭവസ്ഥാനമായ ആദിമസത്യം എന്ന നിലയിലാണ് പരമ്പൊരുളിനെ അമ്മയായി ദേവിയായി പുരാതന ഭാരതീയർ ഭാവന ചെയ്തത്. അദ്വൈത ദർശനത്തിൻ്റെ താത്വിക ഭാവങ്ങൾ അമൃതമായ നിർവൃത്തി രസത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് ഗുരുവിൻ്റെ സ്തോത്രകൃതികളുടെ സവിശേഷത എന്ന് പറയാം. ദേവീസ്തവത്തിൻ്റെ വ്യക്തിമുദ്ര തന്നെ അതാണ്. സ്തോത്രങ്ങളിൽ മിക്കപ്പോഴും തെളിഞ്ഞു കാണാവുന്ന വൈകാരിക ഭാവം ഉപാസനയുടേതായിരിക്കും. ഇവിടെയും അതുതന്നെയാണ് സ്ഥിതി. ഉപാസന എന്ന വാക്കിൻ്റെ അർത്ഥം തൊട്ടടുത്തിരിക്കുക എന്നാണ്. ഉപാസകൻ ദേവിയുടെ പദതാരിനടുത്ത് തന്നെ ആദ്യമായി സ്വന്തം ചുവട് ഉറപ്പിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ, മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ദേവിയുടെ മണിമേനിയിൽ തൻ്റെ മേനി അണയുവാൻ കൊതിക്കുന്നു. നാലാമത് ശ്ലോകത്തിലൂടെ അതിനുവേണ്ട ജ്ഞാനരഹസ്യത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു. അഞ്ചാമത് ശ്ലോകത്തിലൂടെ ദേവിയുമായുള്ള ഏകീഭാവത്തിന് തടസ്സമായി നിൽക്കുന്നത് സ്വന്തം ശരീരമാണെന്ന് കണ്ടിട്ട് അത് വാസ്തവത്തിൽ ഉണ്മയില്ലാത്തതാണെന്നും പകരം ദേവിയുടെ ശരീരം തന്നെ തരണമെന്നും അപേക്ഷിക്കുന്നു. ആറാമത് ശ്ലോകത്തിലൂടെ ഇന്ദ്രിയങ്ങൾ ഒരു തടസ്സമല്ലെന്ന് ദേവിയെ ബോധ്യപ്പെടുത്തുന്നു. ഏഴാമത് ശ്ലോകത്തിലൂടെ തടസ്സങ്ങളൊക്കെ മാറിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദേവിയുടെ സ്വരൂപത്തെ വണങ്ങുന്നു. ഇത്രയുമായിട്ടും ഏകത സാക്ഷാത്കൃതമാകാതെ വന്നപ്പോൾ സ്വന്തം പ്രയത്നമല്ല ദേവിയുടെ അനുഗ്രഹമാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് എല്ലാ ഉത്തരവാദിത്വവും ദേവിയെ ഏൽപ്പിക്കുന്നു. അവസാനം ദേവിയുടെ നീരാട്ടും കുഴലൂട്ടും മാത്രം അവശേഷിക്കുന്നു. ഇതാണ് ഗുരുവിൻ്റെ ദേവി ഉപാസനയുടെ ശുദ്ധഭാവം. ദൃശ്യമായ പ്രപഞ്ചജാലങ്ങളെല്ലാം അദൃശ്യമായ ഏകസത്യത്തിൽ അടങ്ങിപ്പോകും. അതുപോലെ അവസാനമില്ലാത്ത ശബ്ദജാലങ്ങളെല്ലാം അവയ്ക്കെല്ലാം പ്രഭവസ്ഥാനമായ മൗനത്തിൽ അമർന്നു പോകും. ആ അർത്ഥത്തിൻ്റെ തിങ്ങിവിങ്ങൽ മുഴങ്ങുന്നതാണ് ആ മൗനം. ആ മൗനത്തിൻ്റെ മുഴക്കം ഒന്നാം ശ്ലോകത്തിൽ തന്നെ നാം കേൾക്കുന്നു. ആ മുഴക്കം കൃതിയിലുടനീളം കേൾക്കാം. അവസാനം ആനന്ദോത്സവത്തിൻ്റെ കുഴലൂത്തായിട്ടാണ് ആ മുഴക്കം നാം അനുഭവിക്കുന്നത്. ഈ മൗനത്തിൻ്റെ മുഴക്കമാണ് ഈ സ്തവത്തിൻ്റെ ജീവചേതന എന്ന് പറയാം. കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നും നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ഇതുകൊണ്ടു കണ്ടതിലൊരു തിനിയെന്നും ഈ മതിമണ്ഡലത്തോടു മറുത്തു വച്ചൊന്നിലും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കനി. കണി കാണുമി കനകമോടു കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ വീണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതിന്നു ധ്വനി ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനിമൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിൻ ഇനമെന്നതും നിലയിലൂതി നിന്നിടു നീ. ഇടയിലെനിക്കിടയിലിന്നു കാണുന്നൊരി പൊടി കൊണ്ടു മൂടുമുടലിഞ്ഞു
തിന്നുമൊരു മൗലിയെന്നല്ല നീ. അമരം തുഴങ്ങിതിലിരുന്നുയർന്നങ്ങു വന്നമരുന്നതിന്നരുളും മാമതൂതിന്നിയും. ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പൂനിലാവിനുമങ്ങു നിന്നു വിളയുന്ന വെണ്ണീരിനും കനലിന്നു നീരിന് മണത്തിനെന്നല്ല നിൻ ഇനമിങ്ങു കണ്ടതതിനൊക്കെയും കൈതൊഴാം. തൊഴുമെന്നെ അങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്കു തുണയില്ല നീ എന്നേ. അഴലിങ്കലിട്ട മെഴുകല്ല നീ എൻ മനം കുഴയുന്നിതങ്ങു കുഴലൂതും കാർകൊണ്ടലേ. അല പൊങ്ങി വന്നു നുര തള്ളിയുള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിന്നു നീ. നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂതു നീ. ഇതു പഥ്യവൃത്തമിടറില്ല പാടുന്നവർക്കിതിനിന്നു നിന്നടിയെടുത്തു തന്നിടു നീ. നന്ദി, നമസ്കാരം.